ഒത്തൊരുമയുടെ പകിട്ടിൽ ഇരിങ്ങാലക്കുടയ്ക്ക് ഓണക്കാഴ്ചയുമായി ശ്രീ കൂടൽമാണിക്യം സായാഹ്ന കൂട്ടായ്മയുടെ പൂക്കളങ്ങൾ. 2 ദശാബ്ദകാലത്തിലധികമായി ഓണക്കാലത്ത് കൂടൽമാണിക്യം ക്ഷേത്രത്തിന് മുന്നിൽ പതിവായി പൂക്കളം ഒരുക്കുന്ന ശ്രീ കൂടൽമാണിക്യം സായാഹ്ന കൂട്ടായ്മ തിരുവോണത്തിന് 45 അടിയുടെ സംഗമേശ്വര ഭഗവാന്റെ നിറപ്പകിട്ടാർന്ന പൂക്കളമാണ് ഇത്തവണ തീർത്തത്. കിഴക്കേ നടയ്ക്ക് മുന്നിൽ ഒരുക്കിയ പൂക്കളങ്ങൾ കണ്ടാസ്വദിക്കുവാനും ചിത്രങ്ങളും സെൽഫികളും റീലുകളും എടുക്കുവാൻ ചുറ്റും കൗതുകത്തോടെ കാഴ്ചക്കാർ ഒത്തുകൂടി. രാത്രി മുതൽ പുലർച്ചെ വരെ സായാഹ്ന കൂട്ടായ്മയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും മെഗാപൂക്കളം ഒരുക്കുന്നുണ്ടെന്നറിഞ്ഞ് പാതിരാത്രി പോലും എത്തിയ കാഴ്ചക്കാരും പൂക്കള നിർമ്മാണത്തിൽ പങ്കെടുത്തു എന്നതാണ് പ്രത്യേകത. തിരുവോണ ദിവസം കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പായസ വിതരണം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, മുൻ ചെയർമാൻ U പ്രദീപ് മേനോന് മധുരം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഓണാഘോഷം എല്ലാവരുടെയും പടിക്കലും വീട്ടുമുറ്റത്തും വീടിനകത്തേക്കും പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് നമ്മുടെ കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓണാഘോഷത്തിൻ്റെ പരിപാടികൾ വളരെ സമൃദ്ധമായ രീതിയിൽ, സന്തോഷകരമായ രീതിയിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ എല്ലാ വർഷങ്ങളിലും
ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് മധുരം നുകരുന്നതിന് വേണ്ടിയിട്ടുള്ള പായസവും അതുപോലെ തന്നെ കായ വറുത്തതും ശർക്കര ഉപ്പേരികളും ഒരു പ്രതീകാത്മകമായിട്ടാണ് എല്ലാവർക്കും നൽകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓണത്തിൻ്റെ ഒരു പ്രധാന വിഭവമാണ് പായസവും അതുപോലെ തന്നെ ഉപ്പേരികളും. അപ്പോൾ അതെല്ലാവരും ഭക്ഷിച്ചുകൊണ്ട് ഈ വർഷത്തെ ഓണം എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ, സന്തോഷപ്രദമായ, സൗഹാർദ്ദപരമായ ഓണം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔദ്യോഗികമായിട്ട് അജയൻ മെമ്പറുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. കൂടൽമാണിക്യം ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അജയ്കുമാർ ചടങ്ങിൽ പങ്കെടുത്തു. ജനങ്ങളുടെ ആവേശവും അനുഗ്രഹങ്ങളും തങ്ങൾക്ക് പ്രചോദനമായെന്നും വരും വർഷങ്ങളിലും ഇത്തരം പൂക്കളങ്ങൾ തുടരാൻ ആഗ്രഹമുണ്ടെന്നും സായാഹ്ന കൂട്ടായ്മ പ്രവർത്തകർ പറഞ്ഞു. ശ്രീ കൂടൽമാണിക്യം സായാഹ്ന കൂട്ടായ്മയുടെ ഈ വർഷത്തെ പൂക്കളം വളരെ ഗംഭീരമായിട്ട് നമ്മൾ തീർത്തിരിക്കുകയാണ്. അവസാന ദിവസമായ തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ ഏകദേശം 45 അടിയോളം
വലിപ്പത്തിൽ ഭഗവാന്റെ ഒരു വലിയ പൂക്കളം, മൊത്തം 50 അടിയാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. കൂടാതെ ഒരു 5ഓളം പൂക്കളങ്ങൾ എക്സ്ട്രാ കൊടുത്തുകൊണ്ട് നമ്മൾ വളരെ ഗംഭീരമായിട്ട് തന്നെ ഇത്തവണത്തെ പൂക്കളം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ അംഗങ്ങൾ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വന്ന് ചേരാറുണ്ട്. അതിന് ഭഗവാന്റെ ഒരു കടാക്ഷം പോലെ നമുക്ക് ഒരുപാട് പേര് നമുക്ക് അതിന് വേണ്ടിയിട്ട് സഹകരിച്ചെത്താറുണ്ട്. ഇത്തവണയും അത് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. സുമേഷ് ചേട്ടൻ, ആര്യ ചേച്ചി, ഒപ്പം തന്നെ രോഹിത്ത്, പിന്നെ ഒരു മഹേഷ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ്, അവരൊക്കെ യാദൃശികമായിട്ട് ഇതിലേക്ക് കടന്നു പോയപ്പോൾ നമ്മുടെ കൂടെ നിന്ന് ഇത് കാണുകയും കൂടാതെ നമ്മുടെ ഒപ്പം കൂടി ചേർന്നുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് പൂക്കളങ്ങൾ ഒരുക്കാനായിട്ട് രാവും പകലും അധ്വാനിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഏകദേശം നേരം വെളുക്കുന്നവരും തന്നെ അവർ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു പൂക്കളങ്ങൾ ഒരുക്കാനായിട്ട് ദേവസ്ഥൻ്റെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സാധിക്കുള്ളൂ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തവണയും അത് വളരെ നല്ല രീതിയിൽ നമ്മളെ സഹകരിച്ച ദേവസ്ഥൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അഡ്മിനിസ്ട്രേറ്റർക്കും ഒക്കെ നമ്മൾ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കൂടാതെ നമുക്ക് വേണ്ടി സഹകരിച്ച ചേച്ചിമാർ കുറേ പേരുണ്ട്, കുട്ടികൾ നേരം വെളുക്കോളം വരുന്ന കുട്ടികളുണ്ട്, അവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോസ്, നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ ഇത് കവർ ചെയ്ത് പോയിട്ടുള്ള മീഡിയാസ്, പത്രത്തിൽ കൊടുത്തിട്ടുള്ള ബാബുരാജ് ചേട്ടൻ, എല്ലാവർക്കും നമ്മൾ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. കൂടാതെ ഇന്ന് തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ പായസ വിതരണം നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യത്തിൻ്റെ തിരുമുറ്റത്താണ് നാം ഇന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ അത്തം മുതൽ ഇന്ന് തിരുവോണം വരെ നമ്മുടെ കൂടൽമാണിക്യസ്വാമിയുടെ തിരുമുറ്റത്ത് ഹൃദ്യമായ മനോഹരമായ അത്ത പൂക്കളങ്ങൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഭഗവാന്റെ ചിത്രമാണ് ഇവിടെ പൂക്കളായിട്ടിട്ടുള്ളത്. വളരെ വളരെ സന്തോഷം. ഒരുപാട് ആളുകൾ നമ്മളുടെ ഈ ഒരു അമ്പലത്തിലേക്ക് ഈ ഒരു പൂക്കളം കാണുന്നതിന് മാത്രമായി തന്നെ വരുന്നുണ്ട്, ഭഗവാന്റെ ദർശനത്തിനുമായും വരുന്നുണ്ട്. ഒരുപാട് ആളുകളെ ഈ ഒരു പ്രവൃത്തിയിലൂടെ കൂടൽമാണിക്യസ്വാമിയുടെ മണ്ണിലേക്കും ഇരിഞ്ഞാലക്കുടയിലേക്കും ആകർഷിക്കാൻ കഴിഞ്ഞു. ഇതിന് മുന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇരിഞ്ഞാലക്കുടയെ മറ്റൊരു കൂടൽമാണിക്യം അമ്പലത്തിലെ ഉത്സവം പോലെ തന്നെ പ്രസിദ്ധമാക്കി. കേരളത്തിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും, കേരളത്തിലുള്ള മലയാളികളും കേരളത്തിന് പുറത്തുള്ള മലയാളികളും ഒറ്റക്കെട്ടായി ആഘോഷിക്കുന്ന ഈ ഓണാഘോഷം ഇന്ന് കുടമാണിക്യ സന്നിധിയിൽ ഇത്രയധികം തിരക്ക്, എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് ഭഗവാനെ തൊഴുവാനും അതേപോലെ എത്രയോ ദിവസങ്ങളായിട്ട് ഇവിടുത്തെ കൂട്ടായ്മകളും ദേവസ്വം ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഈ പൂക്കളം ആസ്വദിക്കാനുമൊക്കെ എത്തിയത് അവർക്കെല്ലാവർക്കും സംഗമേശ്വരൻ്റെ നാമത്തിൽ ഓണാശംസകൾ നേരുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ഓണം നേരും. ഇരിങ്ങാലക്കുട സായാഹ്ന കൂട്ടായ്മ ഓണത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു പൂക്കളം ഒരുക്കിയിരിക്കുകയാണ്. ശ്രീ കൂടൽമാണിക്യസ്വാമിയുടെ 50 അടി വലുപ്പത്തിലുള്ള പൂക്കളമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 25-27 വർഷമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഈ വർഷം അത് അതിഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും ഇത് വന്ന് കാണണം.